വിവാദങ്ങൾ വോട്ടാകുമോ? ചർച്ച തുടരാം. സുജയ, എന്താണ് കരുതുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ പ്രാദേശിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരവരുടെ ഇടങ്ങളിൽ, അതായത് ഓരോ ജില്ല അല്ലെങ്കിൽ അതിലെ മൈക്രോ യൂണിറ്റ്സിലേക്ക് വന്ന് അവിടെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയായി അതിന്മേൽ വോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെയുള്ള ചില ചെറിയ വിവാദങ്ങളുണ്ടാകും, പ്രാദേശികമായി ഉണ്ടാകുന്ന വിവാദങ്ങൾ. ചിലയിടങ്ങളിൽ മണ്ണെടുക്കൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും, വഴി പ്രശ്നമാകും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ ചേരി തിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്മേലൊക്കെ വെച്ച് ഈ വോട്ട് വിഭജിച്ച് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു ഈ വിവാദങ്ങളെല്ലാം എവറി ന്യൂക്ക് ആൻഡ് കോർണർ ചർച്ചയായിട്ടുണ്ട്. പല വിവാദങ്ങളാണ്. ഏതെങ്കിലും ഒരു വിഷയം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ വന്ന ഈ ശബ്ദരേഖ, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയാളികൾ ഉള്ളിടത്തെല്ലാം കേട്ടിട്ടുണ്ട്, അത് ചർച്ചയായിട്ടുണ്ട്. കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെയും അതേക്കുറിച്ച് ഡിസ്കഷൻ നടക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡിസ്കഷൻ നടക്കുന്നു. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റിട്ട ഒരാൾ ജയിലിലേക്ക് പോവുകയാണ്. അതും ഈ സൈബർ ബുള്ളിയിങ്ങിൽ ആദ്യമായിട്ടാണ് ജാമ്യം നിഷേധിക്കപ്പെട്ട് ഇന്ന് വീണ്ടും ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ ഒരു വിവാദമെന്നല്ല, ആ വിവാദത്തിന് പല ലെയറുകളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ക്രൈം മാത്രമല്ല ചർച്ചയാകുന്നത്, അതിന്മേൽ ആ രാഷ്ട്രീയ പാർട്ടി എടുത്ത നിലപാട് ചർച്ചയാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ 10 ദിവസവുമായിട്ടും അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിൻ്റെ വീഴ്ച ചർച്ചയാകുന്നു. അങ്ങനെ പലതരത്തിലാണ്, ഒരു വിവാദത്തിന് തന്നെ പലതരം അടരുകൾ ചർച്ചയാകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഏതിനെയാണ് ജനം സ്വീകരിക്കുന്നത്, തിരസ്കരിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലല്ല എന്ന് കൃത്യമായി പറഞ്ഞത്. ഒരു പക്ഷേ ജില്ലാ പഞ്ചായത്തുകളിൽ LDFനുള്ള അപ്രമാദിത്വം പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് സർക്കാരിനെതിരായ വികാരം എന്ന രീതിയിൽ UDFന് വലിയ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ഇന്ധനമായി മാറും. അതുകൊണ്ടാണ് UDF 11-3 അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും മാറ്റം വരേണ്ടത് അവിടെയാണ്. കോർപ്പറേഷനുകളിൽ ഇപ്പോൾ കണ്ണൂർ മാത്രമാണ് കയ്യിലുള്ളത്. അതിൽ നിന്ന് ഒരു മാറ്റം ഒരുപക്ഷേ BJP തിരുവനന്തപുരത്ത് കയറി വരികയോ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ കയറി വരികയോ, അല്ലെങ്കിൽ തിരിച്ച് സംഭവിക്കുകയോ, അതുപോലെ തന്നെ എറണാകുളത്ത് UDF തിരിച്ചു വരികയോ, എറണാകുളത്ത് UDF തിരിച്ചു വരികയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് നമ്മൾ കോർപ്പറേഷൻ്റെ ലെവലിൽ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കരുതുന്നുണ്ട്. പക്ഷേ ഞാൻ ജില്ലാ പഞ്ചായത്താണ് ഇപ്പോൾ എന്തായാലും ശ്രദ്ധയോടുകൂടി നോക്കുന്നത്. കാരണം ഒരു ജില്ലാ പഞ്ചായത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മണ്ഡലങ്ങളിലെ നിയമസഭയിലേക്കുള്ള സ്വാധീനം എന്ന രീതിയിലാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അസംബ്ലി ഇസ് ഈക്വൽ ടു ജില്ലാ പഞ്ചായത്ത്, മറ്റ് കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കിട്ടുന്നതിനപ്പുറം. അപ്പോൾ 11 ജില്ലാ പഞ്ചായത്തുകൾ കയ്യിലുള്ള LDFന് സ്വാഭാവികമായി ഒരു മേൽക്കൈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അതേ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഇത്തവണ അതങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന രീതിയിൽ, പ്രത്യേകിച്ചും 3ാം ഭരണം എന്നുള്ള ലക്ഷ്യവുമായി അത് കിട്ടുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഒരു വല്ലാത്ത കുതിപ്പാണ് ആ കാര്യത്തിൽ, ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. നമ്മൾ 2021 തുടർഭരണത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ തുടർഭരണം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് വെച്ചതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ഇപ്പോൾ പലരിലും കാണുന്നുണ്ട്. അത് അതേപടി വരുമോ? കേരളത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. കാരണം ഈ തുടർഭരണം സംഭവിച്ചത് തന്നെ അത്ഭുതം എന്ന രീതിയിലാണ് അന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. അപ്പോൾ വീണ്ടും ഒരു അത്ഭുതം സംഭവിക്കുമോ? അതും നമ്മൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഉറ്റുനോക്കിയിരിക്കുന്ന കാര്യമാണ്. അവിടെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് ഏത് തരത്തിലുള്ള ഒരു സ്പെസിമനായിട്ടാണ് മാറുക എന്നത് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. ഈ ജില്ലാ പഞ്ചായത്തുകളിൽ UDF പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അതായത് തൽസ്ഥിതി തുടരുകയാണെങ്കിൽ തന്നെ അത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവായി മാറും. LDFന് ആത്മവിശ്വാസം കൂടുകയും ചെയ്യും. കാരണം സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഒരു ടേമിലെ അല്ല, 2 ടേമിലെയാണ്. 2 ടേമിലെ ഭരണവിരുദ്ധ വികാരം അത് വോട്ടായി എൻക്യാഷ് ചെയ്യാനായി UDFന് അല്ലെങ്കിൽ BJPക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അവരൊരു ഫെയിലിയർ ആണ് എന്ന് അവർ സ്വയം വിലയിരുത്തേണ്ടി വരും. ആ ഒരു ഫെയിലിയർ ആണ് എന്നൊരു വിലയിരുത്തലോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് അവർക്ക് വീണ്ടും ആഘാതമുണ്ടാക്കും. അതേസമയം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തട്ട് ഏകദേശം ഈക്വൽ ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് സ്വർണ്ണപ്പാളി കൊണ്ടുപോയി എന്നുള്ളത് അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷം തിരിച്ച് ഹിന്ദു വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു വോട്ടുകൾ അത് തിരിച്ചു കൊണ്ടുവരാൻ, പ്രത്യേകിച്ചും OBC വോട്ടുകളടക്കം തിരികെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ആഞ്ഞു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയം ലഘുവാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം UDFൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം അത് സാദിഖ് അലി തങ്ങളെ കൊണ്ട് ഇമ്മീഡിയറ്റ് റെസ്പോൺസിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പിണറായി വിജയൻ വിമർശിച്ചാൽ ഉടനെ മറുപടി പറയാനായി സാദിഖ് അലി തങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന രീതിയിലേക്ക് അത്രയും ഒരു ഗ്രേവ് കൺസേൺ ഉള്ള ഒരു ഇഷ്യൂ ആയി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല സാദിഖ് അലി തങ്ങൾ ഇത്രയും ഒരു ക്വിക്ക് റെസ്പോൺസ് മുഖ്യമന്ത്രി നടത്തിയതിന് തൊട്ടു പിന്നാലെ നടത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, അങ്ങനെ ഒരു ഘട്ടമായി ഒടുവിലാണ് ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു പ്രതികരണത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ക്വിക്ക് റിയാക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതും ഒരു വിഷയമാണ്. അത് മനഃപൂർവ്വം മുഖ്യമന്ത്രി തന്നെ എടുത്തിട്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് എത്രത്തോളം വോട്ടുകളെ
സ്വാധീനിക്കുമെന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പരസ്യപ്രചാരണം മറ്റന്നാളാണ് അവസാനിക്കുക, 7-ാം തീയതിയാണ് അവസാനിക്കുക, 9-ാം തീയതിയാണല്ലോ ആദ്യഘട്ട വോട്ടെടുപ്പ്. അപ്പോൾ 2 സെറ്റായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 2 സെറ്റിലും 2 തരത്തിലായിരിക്കും ക്യാമ്പയിൻ. അവസാന ദിവസങ്ങളിലെ ഒരു സൈലന്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് 2 തരത്തിലായിരിക്കും. തെക്കൻ ജില്ലകളിലെ ഒരു ക്യാമ്പയിൻ്റെ സ്വഭാവമായിരിക്കില്ല വടക്കൻ ജില്ലകളിലെ ഒരു ക്യാമ്പയിൻ്റെ സ്വഭാവത്തിനുള്ളത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വിഷയങ്ങൾ ഞാൻ കരുതുന്നു ഇനിയും പറയും. അത് ഇനിയും പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വോട്ടുപിടുത്തത്തിലേക്ക് നാളെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ്, കൊട്ടിക്കലാശമാണ് തെക്കൻ ജില്ലകളുടെ, എറണാകുളം വരെയുള്ള ജില്ലകളുടെ. വീണ്ടും ഇത് പറയും. അടുത്ത മീറ്റ് ദ പ്രസിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ വിഷയം ലൈവാക്കി നിർത്തുക എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ എറണാകുളം വരെയുള്ള അതാ ഞാൻ പറഞ്ഞത്, ആദ്യഘട്ടത്തിലെ കൊട്ടിക്കലാശം വരെ ഈ വിഷയം പറയും. ഈ വിഷയം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു രീതിയായിരിക്കും നമ്മൾ കാണുക. SIR ആയിരിക്കും വടക്കോട്ടുള്ള ജില്ലകളിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുക. അതിൻ്റെ ഒരു സൂചന ഇന്ന് രത്തൻ ഖേൽക്കറുമായിട്ടുള്ള ജനപ്രതിനിധികൾ, അതായത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ചർച്ചയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിഷയങ്ങളെ അങ്ങനെ കൃത്യമായി വ്യാഖ്യാനിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്ന് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആർക്ക് ഉപയോഗപ്പെടും എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇരയുടെ അല്ലെങ്കിൽ ഒരു വേട്ടയാടപ്പെടുന്ന ഒരാളുടെ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പൊളിഞ്ഞുപോയി. ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അറസ്റ്റ് ചെയ്യാതെ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന, രാഷ്ട്രീയ പ്രേരിതമായ പരാതി നൽകുന്ന ഇടതുപക്ഷവും BJPയും എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടെങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ ശബ്ദരേഖയടക്കം പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി അതിലധികം തൊടാതിരിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത്. കാരണം കോൺഗ്രസ് പുറത്താക്കിയ ആളാണ്, അയാൾ ചെയ്ത ക്രൈമാണ്. അതുകൊണ്ട് അതിന്മേൽ കൂടുതൽ വാദത്തിനോ പ്രതിവാദത്തിനോ പോകാതെ സ്വർണ്ണപ്പാളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും എന്തായാലും UDFന് ഗുണം ചെയ്യുക. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ ഇപ്പോൾ പോളിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഇത്രയും ജില്ലകളിൽ UDFന് വലിയ പ്രതീക്ഷയുള്ള ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ മധ്യകേരളം അടങ്ങുന്ന ആ ഒരു ഏരിയയാണ്. പിന്നെ വടക്കോട്ടുള്ളത് ലീഗ് നോക്കിക്കോളും. അത് ആ ഒരു ആത്മവിശ്വാസവും അവിടെയുണ്ട്. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അടക്കം ഇത്തവണ പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷേ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതും വലിയ പ്രശ്നമാകും. കാരണം K. സുധാകരൻ മാറിയതിനു ശേഷമുള്ള ഇക്വേഷൻസ് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. കാരണം K. സുധാകരൻ ഉള്ളപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഹോൾഡ് ചെയ്യുന്നത് പോലെ ഇനി ഹോൾഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടാൻ പോകുന്ന കാര്യമാണ്. എന്തായാലും ഈ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം ഈ 2 ജില്ലകളിലും ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമാണ്. അതേസമയം പത്തനംതിട്ടയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. കാരണം പത്തനംതിട്ടയിൽ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. മാത്രമല്ല അയ്യപ്പ സംഗമം നടത്തിയതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. സെപ്റ്റംബറിൽ നടത്തിയ അയ്യപ്പ സംഗമം. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിലെ പിന്നിലെ കേസ് അത് വന്നു നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്തിലേക്കാണ്. അപ്പോൾ ഇതുവരെ പുറത്താക്കിയിട്ടില്ല, നടപടിയെടുത്തിട്ടില്ല. മറുഭാഗത്ത് കോൺഗ്രസ് പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ആ ജില്ലയിൽ അതെങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടതുപക്ഷത്തിന് ഒരു അപ്രമാദിത്വം അവിടെ നിലനിർത്താൻ സാധിക്കുമോ, അതോ ഫെന്നി നൈനാനെ മത്സരിപ്പിച്ചതിലൂടെ UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് അവരുടെ ഗ്രിപ്പ് അവിടെ ഉള്ള ഗ്രിപ്പ് കൂടി നഷ്ടപ്പെടുമോ എന്നുള്ളതും പത്തനംതിട്ടയിൽ ഒരു സ്പെസിമെനായി നിൽക്കുകയാണ്. ആലപ്പുഴയിൽ വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കാരണം വിഭാഗീയത എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയല്ല, CPIM-ഉം CPI-യും തമ്മിലുള്ള ഏറ്റവും താഴെത്തട്ടിലെ ചില പ്രശ്നങ്ങൾ അത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പരിഹരിക്കപ്പെടാത്ത പ്രശ്നമായി നിൽക്കുകയാണ്. മുന്നണിക്കുള്ളിലെ മത്സരം നമ്മൾ ബീഹാറിലൊക്കെ കണ്ടതുപോലെ പരസ്പരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് മുന്നണിക്കാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുക, അതും ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഇടുക്കിയിലേക്കും എറണാകുളത്തേക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഉണ്ടായിരുന്നു ഈ 2 ജില്ലകളിലും സ്ഥാനാർത്ഥി നിർണ്ണയമടക്കം. കട്ടപ്പനയിലൊക്കെ അവസാനം വരെ ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലടക്കം പേയ്മെന്റ് സീറ്റ് വിവാദം വന്ന കാസർഗോഡ് അടക്കം അങ്ങനെ പല പല വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ടോ? തങ്ങൾക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ തങ്ങളെ പ്രതിനിധികളായി വരണം എന്ന് ആഗ്രഹിച്ച ആളുകളെ അല്ല സ്ഥാനാർത്ഥികളാക്കി നിർത്തിയത്. അങ്ങനെയൊക്കെയുള്ള ഒരു ആളുകൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹെയ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നതും ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും വിവാദങ്ങൾ ചർച്ചയായിട്ടുണ്ട്, വിവാദങ്ങൾ വോട്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം പതിവിലും അധികം സാധാരണ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കാണുന്നതിൽ കൂടുതൽ വിവാദങ്ങളാണ് വന്നു നിന്നത്. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള തീരുമാനം തിങ്കളാഴ്ചയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ട ഉൾപ്പെടുന്ന ഇടങ്ങളിൽ നടക്കാൻ പോകുന്നത് 9-ാം തീയതിയാണ്. അപ്പോൾ അതിനു മുൻപ് ഒരു അറസ്റ്റൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ അത് ലൈവായി നിൽക്കുമ്പോൾ അത് പിറ്റേ ദിവസത്തെ തെരഞ്ഞെടുപ്പിനെയും 11-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാനായിട്ടുള്ളൊരു സാധ്യതയൊക്കെയുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു കളമൊരുക്കലാണോ നടക്കുന്നത് എന്നതും ന്യായമായി സംശയിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും വിവാദങ്ങൾ വോട്ടായി മാറും എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.